നമസ്കാരം. 21 ദിവസത്തിലധികമായി സോനം വാങ്ചുക് ലഡാക്കിൽ നടത്തിവരുന്ന നിരാഹാര സത്യാഗ്രഹം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് സോനം വാങ്ചുക്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ സമരം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമാണ്. ആരാണ് സോനം വാങ്ചുക്? ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്തവർ 2009 പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമായ 3 ഇഡിയറ്റ്സ്, അതിലെ റാഞ്ചോ പുങ്സും പാങ്കു എന്ന കഥാപാത്രം ഈ സോനം വാങ്ചുവിന്റെ യഥാർത്ഥ ജീവിതവുമായി ഏറെ സാമ്യമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആയിരത്തി 1966 സോനം വാങ്ചുവിന്റെ ജനനം. മെക്കാനിക്കൽ ബിരുദധാരിയായ അദ്ദേഹം പിന്നീട് ഫ്രാൻസിൽ നിന്നും എയർടെൽ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുണ്ട്. ലഡാക്കിലെ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ സെക്മോൾ, ലഡാക്ക് മെലോങ്, ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്നിവയുടെ ഫൗണ്ടർ കൂടിയായ സോനം വാങ്ചുക് മഞ്ഞുകാലത്ത് സ്തൂപത്തിന്റെ രൂപത്തിൽ ജലം സംഭരിക്കുകയും വേനൽക്കാലത്ത് അവ ഉരുകിത്തീരുമ്പോൾ കർഷകർക്ക് ജലം ലഭിക്കുന്ന തരത്തിൽ കൃത്രിമ ഗ്ലേസിയർ ഐസ് സ്തൂപിക ഉണ്ടാക്കിയിട്ടുണ്ട്. സോളാർ എനർജി പരമാവധി ഉപയോഗപ്പെടുത്തി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹത്തിന് റിയൽ ഹീറോസ് അവാർഡ്, രമൺ മാഗ്സസെ തുടങ്ങിയ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പലയിടങ്ങളിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. സോനം വാങ്ചുകും ലഡാക്കൻ ജനതയും ഇത്രയും വർഷങ്ങളായി ഈ സമരം നടത്തി വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലഡാക്കൻ ജനതയുടെ ഒന്നാമത്തെ ആവശ്യം ഇപ്പോഴുള്ള യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസിൽ നിന്നും ഒരു സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് ലഡാക്കിനെ മാറ്റുക. രണ്ടാമതായി അവർ ആവശ്യപ്പെടുന്നത് ഭരണഘടനയുടെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അവരുടെ സംസ്കാരം, ഭാഷ, ഭൂമി എന്നിവ സംരക്ഷിക്കുക. മൂന്നാമതായി അവർ ആവശ്യപ്പെടുന്നത് യുവാക്കളുടെ ജോലിയിൽ റിസർവേഷൻ അനുവദിക്കുക. മറ്റൊരാവശ്യം ഇപ്പോഴുള്ള ലോക്സഭാ മണ്ഡലമായ ലഡാക്ക്, അതിനെ ലേ എന്നും കാർഗിൽ എന്നും രണ്ടായി ഭാഗിക്കുക. നമുക്കറിയാം, 2019 ഓഗസ്റ്റ് 5 ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ബിൽ സഭകളിൽ പാസ്സാക്കുന്നത്. അതുവരെ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി ലഭിച്ചുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവ റദ്ദാക്കുന്നു. അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 യൂണിയൻ ടെറിട്ടറികളായി വിഭജിക്കുന്നു. ഭാവിയിൽ ജമ്മു കാശ്മീരിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നാൽ ലഡാക്കിന് ഒരു MPയെ തെരഞ്ഞെടുക്കാൻ മാത്രമുള്ള അവകാശമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ലഡാക്കുകളുടെ മറ്റൊരു ആശങ്ക. നിരവധി ആചാര അനുഷ്ഠാനങ്ങളും നൃത്തവും കലകളും ഭാഷകളും ഒത്തുചേർന്ന ഗോത്രവർഗമാണ് ലഡാക്കികൾ. 3 ലക്ഷത്തിലധികം വരുന്ന അവരിൽ ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളും മുസ്ലിങ്ങളും ചെറിയ തോതിൽ ജൈന മതക്കാരും ഹിന്ദുക്കളും ഇടകലർന്ന് ജീവിക്കുന്നു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്ക് യുദ്ധസമയങ്ങളിൽ ഇന്ത്യയുമായി എക്കാലവും സഹകരിച്ചു പോന്നിരുന്നു. ഈ ജനതയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ ലഡാക്കിന് ST സ്റ്റാറ്റസ് നൽകണമെന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. ലഡാക്കിന്റെ ഭൂരിഭാഗവും ഖനനം ചെയ്ത് പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള വ്യവസായവൽക്കരണങ്ങളും ടൂറിസം പോലുള്ള മറ്റു വികസനങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലുള്ള കുടിയേറ്റവും തങ്ങളുടെ ജനതയുടെ ഭാവി ഇല്ലാതാക്കും എന്ന് മാത്രമല്ല, ഹിമാലയത്തിന്റെ നിലനിൽപ്പിനും അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടും ഇവിടുത്തെ ജനതയ്ക്ക് ആവശ്യമായ തോതിൽ നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കി സ്റ്റേറ്റ് കൂട്ട് പദവി നൽകി സംരക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റ് 2019 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ലഡാക്കൻ ജനതയ്ക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയെന്നും എന്നാൽ ആ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുമാണ് സമരക്കാരുടെ മറ്റൊരു അവകാശവാദം. നിരവധി തവണ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയിട്ടും തങ്ങൾക്ക് അനുകൂലമായ ഒരു പോസിറ്റീവ് റിപ്ലൈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരം സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും ലഡാക്കൻ ജനത പറയുന്നു.
ഇത് കേവലം ലഡാക്കിന്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ഭാരതത്തിന്റെയും പ്രശ്നമാണെന്നാണ് സോനം വാങ്ചുക് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.